ഒറ്റപ്പദം നമ്മൾ ഒരു 10-30 വായിക്കാം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പറ. പിബഡിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനെ നമ്മളത് വിളിക്കും പിബഡിഷു. അങ്ങനെയാണെങ്കിൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഇത് മാറ്റി വരത്തോളം തോന്നുന്നു. നല്ല ഉത്തരം പറയുന്നു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് വിളിക്കും? പിപാസു. വിദ്യ അർദ്ധിക്കുന്നവൻ വിദ്യാർത്ഥി. വിദ്യ അർദ്ധിക്കുന്നവൻ വിദ്യാർത്ഥി. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. അല്ലെ, ജയിക്കാൻ ആഗ്രഹിക്കുന്ന വിളിക്കും ജിഗീഷു. വഞ്ചിക്കാനുള്ള ആഗ്രഹമുള്ളവൻ അവനെന്ത് വിളിക്കും? പൊളിഞ്ഞു. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവനെ എന്ത് വിളിക്കും? ദിപ്സു എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവനെ ദിപ്സു എന്ന് വിളിക്കും. മനസ്സിലായോ? വഞ്ചിക്കാൻ ആഗ്രഹം എന്ത് വിളിക്കും? ദിപ്സു എന്നാണ് വിളിക്കുന്നത്. ക്രോധത്തോട് കൂടിയവനെ എന്ത് വിളിക്കും? ക്രോധത്തോട് കൂടിയവൻ ക്രുദ്ധൻ. അല്ലെ, ക്രോധത്തോട് കൂടിയവനെ വിളിക്കുന്ന പേരാണ്, അതിലെ ഒറ്റപ്പദമാണെന്ന് പറയുന്നത് ക്രുദ്ധൻ. അല്ലെ, ക്രോധത്തോട് കൂടിയവനെ നമ്മൾ എന്ത് വിളിക്കും? ക്രുദ്ധൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്രുദ്ധൻ. ഓക്കെ. അടുത്ത കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ ആരാ? കളത്രം. അല്ലെ, കുലത്തെ ത്രാണനം ചെയ്യുന്നവളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കളത്രം. കളത്രം. അടുത്ത പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഏതാണ്? ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു. ഇനി സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്താ വിളിക്കും? സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്തുകൂടെ വിളിക്കുന്നത്? സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്തോ വിളിക്കും? ദർശകൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ദർശകൻ. പഠിച്ചോണേ. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്ത് വിളിക്കുന്നത്? ദർശകൻ. അടുത്ത ദർശ. ഷ വർഷത്തിന്റെ ഷ. ദർശകൻ. ഷ അല്ല, ഷയാണ്. ദർശകൻ. അടുത്ത ആശ നശിച്ചവൻ ഹതാശൻ. കേട്ടോ, ആശ നശിച്ചവരെ എന്ത് വിളിക്കുന്നത്? ഹതാശൻ. കേട്ടോ, ആശ നശിച്ചവനാണ് ഹതാശൻ. നയമറിയാവുന്നവനെ എന്ത് വിളിക്കുന്നത്? നയമറിയാവുന്നവൻ നയജ്ഞൻ. നയമറിയാവുന്നവനെ എന്ത് വിളിക്കുന്നത്? നയജ്ഞൻ എന്ന് വിളിക്കും. നയമറിയാവുന്ന എന്ത് വിളിക്കും? നയജ്ഞൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ക്രോധത്തോടു കൂടിയവനെ എന്ത് വിളിക്കുന്നത്? ക്രുദ്ധൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്ത് വിളിക്കുന്നത്? ജിഗീഷു. വിദ്യ അർദ്ധിക്കുന്നവനെ എന്ത് വിളിക്കുന്നത്? വിദ്യാർത്ഥി. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനോ? പിപാസു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പറ. പിബഡിഷു. ആശ നശിച്ചവൻ ഹതാശൻ. ഹതാശൻ. ഓക്കെ. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. അല്ലെ, പതിവ്രതയാണ്. അവിടെ നിങ്ങൾ ഓർക്കണം, പതിവ്രതയല്ല, പതിവ്രതയാണ്. കേട്ടാ, പതിവ്രത. ഭർത്താവിൽ നിഷ്ഠയുള്ളവളെ നമ്മൾ വിളിക്കുന്നത് പതിവ്രത. അടുത്ത ധനം ആഗ്രഹിക്കുന്നവൻ ധനേഷു. അല്ലെ, ധനം ആഗ്രഹിക്കുന്നവനെ നമ്മൾ വിളിക്കുന്നത് ധനേഷു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേഷു. ഇവിടെ കുലത്തെ ത്രാണനം ചെയ്യുന്നവൻ പിശാചിനെ സംബന്ധിച്ചത് സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. പശ്ചാത്തപിക്കുന്ന ആൾ. ഇടയ്ക്കിടയ്ക്ക് ഒന്നും വരട്ടെ. പശ്ചാത്തപിക്കുന്ന ആൾ. പശ്ചാത്തപിക്കുന്ന ആൾ പറഞ്ഞേ. പശ്ചാത്തപിക്കുന്ന ആളെ വിളിക്കുന്നവര് അനുതാപി. എന്താണ്? അനുതാപി. പശ്ചാത്തപിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് അനുതാപി. ആവർത്തിച്ചു പറയുന്നവൻ. ആവർത്തിച്ചു പറയുന്നവൻ എന്ത് വിളിക്കും? അനുഗാദി എന്ന് പറയും. ദന്തത്തിന്റെ ദാ. അനുഗാദി. ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി. അതുപോലെ പശ്ചാത്തപിക്കുന്ന ആൾ അനുതാപി. അനുതാപി. ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി. ഗാദി. ദന്തത്തിന്റെ ദാ. അനുഗാദി. കിട്ടിയോ? അടുത്ത ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ. ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ ആരാ? അനവദ്യൻ. അനവദ്യൻ. ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ എന്നതിന്റെ ഒറ്റപ്പദമാണ് ഇത് അനവദ്യൻ. അനവദ്യൻ. മനസ്സിലായോ? അനവദ്യൻ. അടുത്ത നിങ്ങൾക്ക് പറയാൻ പറ്റും കാണാനുള്ള ആഗ്രഹം. കാണാനുള്ള ആഗ്രഹം ദിദൃശ. ദിദൃശ. അറിയുവാനുള്ള ആഗ്രഹം
ജിജ്ഞാസ. പറയുവാൻ പി ആണോ വി ആണോ? വിവക്ഷ. പറയുവാനുള്ളയാണെങ്കിൽ പിപക്ഷയല്ല വിവക്ഷയാണ് എന്ന് ഓർത്തോണം. പറയുവാനുള്ള ആഗ്രഹം വിവക്ഷ. വിവക്ഷ. ലോകത്തെ സംബന്ധിച്ചത്, സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം. പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം. പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം. പലതായി ഇരിക്കുന്ന അവസ്ഥ നാനാത്വം അല്ലെ? നാനാത്വം. അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? ഏകത്വം. ഏകത്വം. എടാ 89 ഒറ്റപ്പദം. പറ 89. നവശ്വീതി. നവശ്വീതി. 89 നവശ്വീതി. നവശ്വീതി. എടേ ഭീമന്റെ പുത്രി എന്ത് വിളിക്കും? ഭൗമി. ഫൗ അല്ല, ഭൗ. ഭൗമി. ഭാര്യയുടെ ഭാരതത്തിന്റെ ഭൗമി. നവശ്വീതി. ഷായാണ്. നവശ്വീതി. നവശ്വീതി. ഷാ. 89 താത്ത വെറുത. നവശ്വീതി. നവശ്വീതി കിട്ടിയില്ലേ? നവശ്വീതി. രമ്യ കിട്ടിയോ? ഷാ എഴുതി അല്ല, വേറെ ശീതി. ഷീ എന്നേ ഉള്ളു. ഷീമക്കാരൻ. ആരെയാ ഷീമക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇംഗ്ലീഷ്. ആശ. ഓക്കെ, സെറ്റാണ്. ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം. ഭീമന്റെ പുത്രി ഭൗമി. ജനകന്റെ പുത്രി ജാനകി. അടുത്ത ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപതേയൻ. ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപതേയൻ. അടുത്ത ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ദ്രുപദന്റെ പുത്രിയാണിത്. ഇവിടെ ഉത്തമ മനുഷ്യന്റെ പുത്രൻ. ഉത്തമ മനുഷ്യന്റെ പുത്രൻ ഒറ്റവാക്കാണ്. ഉത്തമ മനുഷ്യന്റെ പുത്രൻ അല്ല, ഉത്തമ മനുഷ്യന്റെ പുത്രനാണ് ഈശൻ. അവിടെ നിങ്ങൾ പറയും നടിയുടെ പുത്രൻ നടേയൻ. നടിയുടെ പുത്രൻ ആരാണ്? നടേയൻ. നടിയുടെ പുത്രൻ നടേയനാണ്. നടിയുടെ പുത്രൻ മനസ്സിലായി? നടിയുടെ പുത്രൻ ആരാണ്? നടേയൻ. ഈ ഷൻ ഷായാണ്. ശശിയുടെ ഷാ അല്ല, ഷാ. വിഷത്തിന്റെ ഷാ. വിഷത്തിന്റെ ഷാ. നടിയുടെ പുത്രൻ നടേയൻ. നടേയൻ. ഓക്കെ ഓക്കെ, കിട്ടിയോ? ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം. പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. ഇവിടെ ഈഷൻ വിഷത്തിന്റെ ഷാ. ഷർട്ടിന്റെ ഷാ. വിഷത്തിന്റെ ഷായെന്ന് അറിയത്തില്ലയോ? ഷർട്ടിന്റെ ഷാ. വിശപ്പല്ല, വിഷം. യെസ്. ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം. 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 ഇവിടെ പാദങ്ങൾ ഇല്ലാതെ ഗമിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? ഇവിടെ പാദങ്ങൾ ഇല്ലാതെ ഗമിക്കുന്നത് എന്താണ്? അശ്വതി എന്താ പറ? പന്നകം. പന്നകം. പാദങ്ങളില്ലാതെ ഗമിക്കുന്നത് പന്നകം. ഇവിടെ ഇന്ദ്രജാലത്തിന്റെ ഭാവം 89 ഒന്നായിരിക്കുന്ന അവസ്ഥ, പലതായിരിക്കുന്ന അവസ്ഥ, പിതാവിനെ സംബന്ധിച്ചത്, സമൂഹത്തെ സംബന്ധിച്ചത്, പരലോകത്തെ സംബന്ധിച്ചത്, പാരത്രികം. ദ്രുപദന്റെ പുത്രി ദ്രൗപദിയുടെ പുത്രൻ. ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപതേയൻ. മനസ്സിലായി? ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ദ്രൗപദിയുടെ പുത്രൻ ദ്രൗപതേയൻ. എങ്കിൽ ക്വസ്റ്റ്യൻ, ദ്രൗപതേയന്റെ അപ്പൂപ്പനായിരുന്നു. ഇവിടെ ദ്രുപദൻ നോക്ക്, നിങ്ങൾ നോക്ക്. ശരി. ഇവിടെ ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ആ ദ്രൗപദിയുടെ പുത്രനാണ് ദ്രൗപതയൻ. അപ്പൊ ദ്രൗപതയന്റെ അപ്പൂപ്പനല്ലേ ദ്രുപദൻ? ശരിയല്ലേ? ചിന്തിച്ചില്ല, അത്ര ചിന്തിച്ചില്ലല്ലേ? യെസ്. അടുത്തത് ദശരഥന്റെ പുത്രൻ ദാശരഥി. ദശരഥന്റെ പുത്രൻ ദാശരഥി. സുമിത്രയുടെ മകൾ സൗമിത്രിയാണ്. ഇവിടെ ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ. ആർക്കും വധിക്കാൻ കഴിയാത്ത ആൾ അനവദ്യൻ. ആർക്കും വധിക്കാൻ കഴിയാത്ത അനവദ്യൻ. ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി. ഓർത്തോണെ, അനുഗാദി. അനുഗാദി അല്ലെ? പശ്ചാത്തപിക്കുന്ന ആളുടെ പേര് പറ. അനുതാപി അല്ലെ? അനുതാപി. യെസ്.
കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവൻ. കാണപ്പെടാത്തത് വിശ്വാസം ഇല്ലാത്തവൻ നമ്മൾ വിളിക്കും. ഉപയോഗിക്കുന്ന പദമാണ് നമ്മൾ. നാസ്തികൻ കേട്ടിട്ടില്ലേ? നാസ്തികൻ. പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്ത ആളാണ് നാസ്തികൻ. ആശ നശിച്ചവനാരുടെ ഹതാശൻ. അതുപോലെ ഭാഗനാശൻ എന്നും അർത്ഥമുണ്ട് കേട്ടോ, ഒറ്റപ്പദമുണ്ട് കേട്ടോ. ആശ നശിച്ചവനെ ഭാഗനാശൻ. അവിടെ നിന്ന് ഹതാശൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓപ്ഷൻ തെറ്റാണ്, ചോദ്യം തെറ്റാണെന്ന് പറഞ്ഞ് തിരിച്ചു വരരുത്. ഭാഗനാശൻ ഉണ്ട് കേട്ടോ, ഭാഗനാശൻ. ആശ നശിച്ചവൻ ഭാഗനാശൻ. ഓക്കെ. പിശാചിനെ സംബന്ധിച്ചത് ലാഭത്തോടുള്ള ആഗ്രഹം, ലാഭേച്ഛ. ധനം ആഗ്രഹിക്കുന്നവൻ ധനേഷ്. കുലത്തെ ത്രാണനം ചെയ്യുന്നവൻ കളത്രം. ഭർത്താവിൽ നിഷ്ഠയുള്ളവൻ പതിവ്രത, പതിവ്രത. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ, വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ ദിപ്സു. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ ദിപ്സു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. വിദ്യ അർദ്ധിക്കുന്നവൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഡിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ആശ നശിച്ചവൻ ഹതാശൻ, അല്ലെങ്കിൽ ഭാഗനാശൻ. ഭാഗനാശൻ. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകൻ. ദർശകൻ അല്ലെ? ഉത്തമ പുരുഷന്റെ മകൻ ലക്ഷ്മിപറ ആരാ? ഈശൻ. ഈശൻ. ഓക്കെ. നയമറിയാവുന്നവൻ നയജ്ഞൻ. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവൻ കർമ്മനിരതൻ. കർമ്മനിരതൻ കേട്ടോ, കർമ്മനിരതനാണ്. ഓക്കെ. ആവർത്തിച്ച് പറയുന്നവൻ അനുഗാദി. പറയുവാനുള്ള ആഗ്രഹം വിവക്ഷ. കിട്ടുന്നില്ലയോ? പറയുവാനുള്ള ആഗ്രഹം വിവക്ഷ. അടുത്ത അറിയുവാനുള്ള ആഗ്രഹം ജിജ്ഞാസ. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. ലോകത്തെ സംബന്ധിച്ചത്, ബുദ്ധിയെ സംബന്ധിച്ചത്, ശരീരത്തെ സംബന്ധിച്ചത്, മാനവനെ സംബന്ധിച്ചത് മാനവികം. മാനവികം. മാനവനെ സംബന്ധിച്ചത് മാനവികം. മാനവികം. ഓക്കെ. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം. ഗൃഹത്തെ സംബന്ധിച്ചതോ ഗാർഹികം. ഗാർഹിക. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. അപ്പൊ ഗാർഹിക പീഡന നിയമം എന്തിനെ സംബന്ധിച്ചതാ? ഗൃഹത്തെ സംബന്ധിച്ച നിയമം അല്ലേടേ? ആണ്. ഓക്കെ. അടുത്തത് പിന്നെ എന്താണ്? ദ്രുപദന്റെ അപ്പൂപ്പന്റെ പേര് അല്ല, ദ്രുപദന്റെ അപ്പൂപ്പനല്ല, ദ്രുപദന്റെ കൊച്ചുമോന്റെ പേര് ദ്രൗപദയ്യൻ. ദ്രുപദന്റെ കൊച്ചുമകനാണ് ആര്? ദ്രൗപദി. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം. പൗരാണികം. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം.